ബ്രേക്കിംഗ് വാർത്ത നമുക്ക് പ്രേക്ഷകർ അറിയിക്കാനുണ്ട്. ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. അങ്ങേക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് തുടരുകയും ചെയ്യാം. ADGP MR അജിത് കുമാറിനെ മാറ്റും എന്ന് സ്ഥിരീകരണമായിരിക്കുന്നു. RSS കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകി. CPI നിർവാഹക സമിതി യോഗത്തിലാണ് ബിനോയ് വിശ്വം ഇക്കാര്യം അറിയിച്ചത്. റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടുവെന്നും ബിനോയ് വിശ്വം യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കുക, അതിനുശേഷം നടപടിയുണ്ടാവും. ഇന്നതിൻ്റെ തുടക്കം എന്ന നിലയിൽ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGPയുടെ റിപ്പോർട്ട് തള്ളുക മാത്രമല്ല, ADGPക്കെതിരെ കൂടി അന്വേഷണം DGP നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി. ത്രിതല അന്വേഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം ADGPക്കെതിരെ കൂടിയാണ് എന്നതും ശ്രദ്ധേയമാണ്. ഈ ഘട്ടത്തിൽ ഇന്നലെ ബിനോയ് വിശ്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ മാറ്റും എന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇനി റിപ്പോർട്ട് ഒരു സാങ്കേതികത്വം മാത്രമാണ് അല്ലേ ശ്രീജിത്ത്? അരുൺ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ബിനോയ് വിശ്വം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് ഈ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പ് ലഭിച്ചതെന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ അറിയിച്ചിരിക്കുന്നത്. MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഉടൻ ലഭിക്കും. ഈ റിപ്പോർട്ട് വന്നാൽ ഉടൻ തന്നെ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പ് തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ബിനോയ് വിശ്വം എക്സിക്യൂട്ടീവ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് തന്നെയാണ്. അതിൽ അതിശയകരമായ ഒരു നിലപാടെന്ന് ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റിയേ തീരൂ എന്ന നിലയിലേക്ക് CPI നേതൃത്വവും മുഖ്യമന്ത്രിയും എത്തിയിരിക്കുന്നു എന്നാണ് ഈ തീരുമാനത്തിലൂടെ ഈ വിവരത്തോട് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം. എന്നാൽ അജിത് കുമാറിന്റെ ക്രമസമാധാന ചുമതലയിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. അജിത് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഈ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ വലിയ തോതിൽ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയമായി മുന്നണിക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ മുന്നണിയുടെ രാഷ്ട്രീയത്തിലും നയത്തിലും വിപരീതമായി പ്രവർത്തിച്ച ADGP MR അജിത് കുമാറിനെ ക്രമസമാധാനം പോലുള്ള സുപ്രധാന ചുമതലയിൽ നിന്ന് മാറ്റുകയല്ലാതെ തരമില്ല എന്ന നിലയിലേക്ക് മുഖ്യമന്ത്രി. ഇപ്പോൾ CPI നേതാവ് ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി കൊടുത്ത ഈ ഉറപ്പ് അൻവറിന് നേരത്തെ കൊടുത്തിരുന്നുവെങ്കിൽ അൻവർ ഈ കൊടുങ്കാറ്റുമായി ഇറങ്ങില്ലായിരുന്നുവല്ലേ ശ്രീജിത്ത്? അരുൺ, വേണമെങ്കിൽ അങ്ങനെ പറയാം. എന്നാൽ അൻവറിന്റെ പിന്നിൽ അൻവറിന്റെ ഈ നീക്കങ്ങൾക്കെല്ലാം പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ഒരു സംശയമുണ്ട്. അൻവർ പറയുന്നത് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നത് മാത്രമല്ലല്ലോ, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം, ഡിസ്മിസ് ചെയ്യണം എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും മുന്നിൽ വെച്ചത്. ആ ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചു പോകാൻ കഴിയുമെന്ന ഒരു ഉറപ്പും സർക്കാരിന് നൽകാൻ കഴിയില്ല. എന്നാൽ ഇവിടെ കാതലായ ഒരു രാഷ്ട്രീയ പ്രശ്നം CPI ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അത് RSS നേതാക്കളെ ഊഴം വെച്ച് കാണുന്ന ഒരാളാണ് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP. അത് ദത്താത്രേയ ഹൊസബലയാണെങ്കിലും റാം മാധവ് ആണെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വത്സൻ തില്ലങ്കേരിയുടെ കാര്യമാണെങ്കിലും ഇങ്ങനെ RSS നേതാക്കളെ എന്തിന് ഊഴം വെച്ച് കാണുന്നു? എന്താണ് ഉദ്ദേശം? അത് ഔദ്യോഗികമാണെങ്കിലും വ്യക്തിപരമാണെങ്കിലും മുന്നണിയുടെ നയത്തിന് നിലപാടുകൾക്കും വിരുദ്ധമാണ്. അത്തരത്തിലൊരാളെ വെച്ചുകൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലയ്ക്കാണ് നടത്തിയ ശത്രുസംഹാര പൂജകളൊന്നും ഫലിച്ചില്ലെന്ന് തോന്നുന്നു അല്ലേ? ശത്രുസംഹാര പൂജകൾ ഒരു ഈ നാസ്തികരായ കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന സർക്കാരിനെതിരെ വന്നാൽ അതൊന്നും ഏൽക്കില്ലെന്ന് വേണം കരുതാൻ. താങ്ക് യു ശ്രീജിത്ത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. നമുക്കതിന് കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. ബിനോയ് വിശ്വത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രി. ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ റിപ്പോർട്ട് കിട്ടിയാലുടൻ മാറ്റും എന്ന് ബിനോയ് വിശ്വത്തിന് ഉറപ്പ് നൽകിയതായി ബിനോയ് വിശ്വം എക്സിക്യൂട്ടീവിൽ അറിയിച്ചിരിക്കുന്നു.